ആ കൃഷ്ണ മോളിക്കുട്ടിയും കൂടി തിരികെ നാട്ടിൽ പോകാൻ തുടങ്ങുക. അവരെ പോയി തടയേണ്ടണോ? എന്തിന്? അവളുമാര് തിരികെ പോകുന്നതേ നമുക്ക് സൗകര്യം കൂടുതലാക്കുകയുള്ളൂ. അവളുമാര് പോട്ടെ, ഉൾവനത്തിൽ വെച്ച് ആ കൃഷ്ണ എന്ന് പറയുന്നവളെ നമുക്കങ്ങ് തീർക്കാം. ഒന്നുകൂടി കൃഷ്ണയോട് സംസാരിച്ചു നോക്കിയാലോ? ഗാഥാ മാഡം പറഞ്ഞ പോലെ ചെയ്യും. അത് മാമിന് അറിയാലോ. മാം പറഞ്ഞ കൃഷ്ണ അനുസരിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞ അവള് പോവും, എനിക്കറിയാം. പക്ഷെ പൂജാരി പറഞ്ഞൊക്കെ കേട്ടിട്ട് എനിക്ക് അവളോട് എങ്ങനെ പോവാൻ പറയാൻ പറ്റും സിനി? ഇനി പാതി വഴിക്ക് ചടങ്ങുകളെല്ലാം ഇട്ടെറിഞ്ഞു പോയിട്ട് അവക്കെന്തെങ്കിലും സംഭവിച്ച? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് ഈ മഹാദമ്പതി പൂജ പൂർത്തിയാക്കണം. നീ അതിന് തടസ്സമായിട്ട് നിൽക്കരുത്. ഞാനായിട്ട് ഒന്നിനും ഒരു തടസ്സമില്ല. നീ പറയുന്നത് കള്ളമാണ്. എന്റെ പൂജ മുടക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ഇവിടെ ഇരിക്കുകയാണ്. ഗാഥ, നിന്റെ തെറ്റിദ്ധാരണ ഇതൊക്കെ. അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം. നവീൻ ഇപ്പോ വരും. നേരത്തെ നീ ചെയ്തിരുന്ന പോലെ വെറുതെ നവീന്റെ മുന്നിൽ ചെന്ന് പെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. നീ കാരണം എന്റെ ജീവിതം നശിക്കരുത്. പൂജ നടക്കുന്നതിന് മുന്നേ ഇവിടെ വിട്ട് പോവാൻ പറ്റില്ല. അഥവാ ഞാനിവിടുന്ന് പോയാ എന്താ സംഭവിക്കാന്ന് പൂജാരി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഓ, നവീന്റെ പിന്നണ നടക്കാൻ നിനക്ക് നാണമില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. മനഃപൂർവ്വം നവീന്റെ മുന്നിൽ ചെന്ന് എന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച ഇവിടെ നടക്കാൻ പോകുന്നതേ മഹാദമ്പതി പൂജയായിരിക്കില്ല. ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗാ. നേരത്തെ സംഭവിച്ചതുപോലെ ഇനി ഒരിക്കൽ കൂടി സംഭവിച്ച ഈ പൂജ തീരുന്നതിന് മുന്നേ നിന്നെ കൊന്ന് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. അയ്യോ, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഗാഥ നിന്നോട് ആദ്യമായിട്ടല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവളും ഭർത്താവും പൂജയ്ക്ക് വരുന്ന കാര്യം നമ്മൾ അറിഞ്ഞതുമല്ല. ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ കൃഷ്ണേ, സംഭവിച്ചു പോയതല്ലേ. അതൊന്നും അവക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവളുടെ പൂജ മുടക്കാൻ ഞാൻ മനഃപൂർവ്വം വന്നെന്നേ തോന്നും. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നിന്റെ ഭാഗത്തെ സത്യങ്ങളും ന്യായങ്ങളും നിനക്ക് തുറന്നു പറഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ കാരണം അവരുടെ ജീവിതത്തിലുള്ള സന്തോഷം ഒരിക്കലും കെടാൻ പാടില്ല. എന്തൊക്കെയായാലും അവളെന്റെ അനിയത്തിയല്ലേ മോളിക്കുട്ടി. അവളുടെ നന്മയല്ലാതെ ഞാൻ വേറെ എന്താ ആഗ്രഹിക്കണ്ടേ? പക്ഷെ അവളത് മനസ്സിലാക്കുന്നില്ലല്ലോ. എന്നെങ്കിലും അവളെന്നെ മനസ്സിലാക്കും. എനിക്കത് മതി. ഇനി വൈകിക്കണ്ട. നമ്മളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ നവീൻ ഇവിടെ എത്തും. നവീൻ ഞങ്ങൾ രണ്ടുപേരെയും കാണാനിടയായ അവളുടെ ജീവിതം തകരും. അതിന് നിമിത്താവാൻ എന്നെക്കൊണ്ടാവില്ല. എനിക്ക് എന്താപത്ത് വന്നാലും ഇനിയും തിരുമേനി പറഞ്ഞ പോലെ പാമ്പ് കടിച്ച് മരിക്കേണ്ടി വന്നാലും സാരമില്ല. എന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടല്ലേ. ഞാൻ മരിച്ചാലെങ്കിലും അവൾക്ക് ചേച്ചിയെ മനസ്സിലാവും. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന്. കാരണം ഈശ്വരനായിട്ട് കൂട്ടി യോജിപ്പിച്ചതാ നമ്മളെ. നമ്മൾ പിരിയില്ല അർച്ചനെ. ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈശ്വര, ഇങ്ങനൊരു ഗതികേട് ഒരു പെണ്ണിനും ഒരു കാലത്തും ഉണ്ടാവാതിരിക്കട്ടെ.
എത്ര മാറിയാലും നിന്റെ സച്ചേട്ടന് ഒരു മാറ്റമില്ലാതെ ഇവിടെ തന്നെയുണ്ട്, നിന്നെയും കാത്ത്. ഈശ്വരനായിട്ട് കൂട്ടി യോജിപ്പിച്ചതാ നമ്മളെ. നമ്മൾ പിരിയില്ല അർച്ചനെ. ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അന്വേഷിക്കാൻ പോയതോടെ പോയി, അവനെ കണ്ടില്ലല്ലോ. അണ്ണാ, ആ കൃഷ്ണൻ മോളിക്കുട്ടിയും കൂടി തിരികെ നാട്ടിൽ പോകാൻ തുടങ്ങുക. അവരെ പോയി തടയണ്ടേ അണ്ണാ? എന്തിന്? അവളുമാര് തിരികെ പോകുന്നതേ നമുക്ക് സൗകര്യം കൂടുതലാക്കുകയുള്ളൂ. അവളുമാര് പോട്ടെ, ഉൾവനത്തിൽ വെച്ച് ആ കൃഷ്ണ എന്ന് പറയുന്നവളെ നമുക്കങ്ങ് തീർക്കാം. ഇന്നത്തോടെ അവളുടെ കഥ കഴിക്കണം. വേടാ. ചേച്ചി, അർച്ചന ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ആരാ? ഞാൻ കൃഷ്ണയാ, ആതിരയുടെ കൂടെ പഠിച്ചത്. വണ്ടി എടുക്ക, നമുക്ക് പോവാം. അല്ല, ഈ രാത്രി പോണോ? രാവിലെ പോയാ പോരെ? ഞാൻ നിന്റെ ഡ്രൈവർ അല്ല, നീയാ എന്റെ ഡ്രൈവർ. ഞാൻ പറയുന്നോടാ നീ കേൾക്കാൻ. അതല്ല, ഈ രാത്രി കാടിനുള്ളിൽ കൂടി പോവാന്ന് പറഞ്ഞ. അതിനാ ഹെഡ്ലൈറ്റ് വെച്ചേക്കുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ട് പോകണം. വണ്ടി എടുക്കണം, എടുക്കണം, വണ്ടി എടുക്കാൻ.